Hi all, welcome back to Smart English class, and the previous class we learned a beautiful story, The Boy Who Drew Cats, and today we are going through the rest of the portion of the story, The Boy Who Drew Cats. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ആ കുട്ടി ആ ഒരു വലിയ ടെമ്പിളിലേക്ക് വരികയും അവിടെ എന്താണ് ആകെ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ ആ പൊടി പിടിച്ച് കിടക്കുന്ന സ്ഥലമൊന്നും അവന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? ആ കുട്ടി ഒരു വലിയ ടെമ്പിളിലേക്ക് പ്രവേശിക്കുകയും അവിടെ ഒരു ഭൂതമൊക്കെ ഉണ്ട്, പക്ഷെ ആ ഭൂതത്തിനെ കുറിച്ചൊന്നും അവന് അറിയില്ല. അങ്ങനെ ആ ഒരു ടെമ്പിള് ആകെ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ അവനിങ്ങനെ ചിന്തിച്ചു, ഇവിടെ എന്തായാലും ഒരു സഹായി ആവശ്യമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ വൈറ്റ് സ്ക്രീൻ കണ്ടു. ആ സ്ക്രീൻ കണ്ട സമയത്ത് അവൻ ഒത്തിരി സന്തോഷമായി. അങ്ങനെ അവൻ എന്ത് ചെയ്തു? അവൻ്റെ കയ്യിലുള്ള റൈറ്റിംഗ് ബോക്സ് എല്ലാം എടുത്തിട്ട് പൂച്ചകളെ വരയ്ക്കാൻ തുടങ്ങി. He painted a great many cats upon the screens and then he began to feel very sleepy. അങ്ങനെ അവൻ ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള പൂച്ചകളെ ആ ഒരു സ്ക്രീനിൽ വരച്ചു. അങ്ങനെ ഒരുപാട് വരച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആകെ ടയേർഡായി, അവന് ഉറക്കം വരാൻ തുടങ്ങി. He was just on the point of laying down to sleep beside one of the screen when he suddenly remembered the words, avoid large place, keep to small. അങ്ങനെ അവനിങ്ങനെ വരച്ചു കഴിഞ്ഞപ്പോൾ അവന് ഉറക്കം വരാൻ തുടങ്ങിയപ്പോൾ ആ ഒരു സ്ക്രീനിൻ്റെ താഴെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ആ വലിയ ഹാളിൽ ആ സ്ക്രീനിൻ്റെ താഴെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചപ്പോൾ അവനിങ്ങനെ ഓർത്തു. എന്താ ഓർത്തത്? അവൻ്റെ മുന്നേ ഉള്ള പ്രീസ്റ്റ് പറഞ്ഞ ഒരു കാര്യം അവനിങ്ങനെ ഓർത്തു. അവോയ്ഡ് ലാർജ് പ്ലേസസ് ആൻഡ് കീപ് സ്മോൾ പ്ലേസസ്. എന്താണ്? വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കിയിട്ട് ചെറിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ള പറഞ്ഞിട്ടുള്ളൊരു ഉപദേശം അവനിങ്ങനെ ഓർത്തു. The temple was very large. He was all alone, and as he thought of these words, though he could not quite understand them, he began to feel for the first time a little afraid, and he resolved to look for a small place in which to sleep. He found a little cabinet with a sliding door and went into it and shut himself up. Then he lay down and fell fast asleep. അപ്പോഴാണ് ആ ഒരു പുരോഹിതൻ പറഞ്ഞ കാര്യം എന്താണെന്ന് അവനിങ്ങനെ ആലോചിച്ചത്. അപ്പോൾ അത് ആലോചിക്കുന്ന സമയത്ത് അവനിങ്ങനെ പേടിയൊക്കെ തോന്നാൻ തുടങ്ങി. ആദ്യമായിട്ട് അവനിങ്ങനെ പേടിയൊക്കെ തോന്നാൻ തുടങ്ങി. എന്താണ്? ആ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് വലിയ ടെമ്പിളാണ്. അവൻ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അതൊരു വലിയ പ്ലേസ് ആയതുകൊണ്ട് തന്നെയാണ് അവൻ ആ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചത്. എന്നിട്ട് അവൻ ആ ചുറ്റും നോക്കിയിട്ട് അവിടെ ചെറിയ സ്ഥലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ അവിടെ ചെറിയൊരു പെട്ടി ക്യാബിനറ്റ് കണ്ടു. അവിടെ ചെറിയൊരു ബോക്സ് പോലത്തെ ഒരു സംഭവം കണ്ടു. അങ്ങനെ അവന് ആ ഒരു ക്യാബിനറ്റിന് എന്തുണ്ട്? ചെറിയ വാതിലൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് ആ വാതിൽ അടച്ചിട്ട് അവിടെ കിടന്ന് പെട്ടെന്ന് തന്നെ ഉറങ്ങി. Very late in the night, he was awakened by a most terrible noise, a noise of fighting and screaming. അങ്ങനെ ഒരുപാട് ലേറ്റായപ്പോൾ, ഒരുപാട് രാത്രിയായപ്പോൾ അവന് പെട്ടെന്ന് ഉണർന്നു. എന്ത് കേട്ടിട്ട് അവൻ ഉണർന്നത്? ഒരുപാട് ഉച്ചത്തിലുള്ള പേടിപ്പിക്കുന്ന അലർച്ചയും ഒക്കെ അവനിങ്ങനെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ പെട്ടെന്ന് എണീറ്റു. He was so dreadful that he was afraid even to look through a chink of the little cabinet. He lay very still, holding his breath for fright. ആ സൗണ്ട് എന്ന് പറയുന്നത് വളരെയധികം പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഡെഡ്ഫുൾ ആയിട്ടുള്ള സൗണ്ട് ആയിരുന്നു. അപ്പോൾ അവനെ അതിൻ്റെ അകത്ത് ഇങ്ങനെ പേടിച്ചിരുന്നു. ആ വാതിൽ തുറന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ പോലും അവന് പേടിയായിരുന്നു. ഈവൻ അവന് ബ്രീത്ത് ചെയ്യാൻ പോലും പേടിയായിരുന്നു. അങ്ങനെ ആ ഒരു സൗണ്ട് എല്ലാം കേട്ടിട്ട് അവൻ ആ ഒരു ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പേടിച്ച് ഇരുന്നു. The light that had been in the temple went out, but the awful sound continued and became more awful, and all the temple shook. അങ്ങനെ ആ ഒരു ടെമ്പിളിലുള്ള ലൈറ്റ് പോലും ഇല്ലാതായി. അവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ലൈറ്റൊന്നും ഇല്ലായിരുന്നു. അവിടെയുള്ള ശബ്ദം, ആ ഒരു പേടിപ്പിക്കുന്ന ശബ്ദം എന്താണ്? കൂടുതൽ ഭയാനകമായി തുടങ്ങി. അങ്ങനെ ഓരോ സമയം ശബ്ദം വരുമ്പോഴും അതിങ്ങനെ ഭയാനകമായി പേടിപ്പെടുത്തുന്ന രീതിയിലുള്ളതായിരുന്നു. ആ ഒരു ശബ്ദം കൊണ്ട് ആ ടെമ്പിൾ പോലും ഇങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കുട്ടി ആ ഒരു ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ പേടിച്ചരണ്ട് ഇരുന്നു. After a long time silence came, but the boy was still afraid to move.
അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ ആ ശബ്ദങ്ങളെല്ലാം, ആ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളെല്ലാം പോയിട്ട് അവിടെ ആകെ എന്തായി, നിശബ്ദമായി. എന്നിട്ടും ആ കുട്ടിക്ക് എന്തായിരുന്നു, പുറത്തിറങ്ങാൻ, ഒന്ന് മൂവ് ചെയ്യാൻ പോലും പേടിയായിരുന്നു. He did not move until the light of the morning sun shone into the cabinet through the chinks of the little door. അങ്ങനെ അവൻ എന്തായിരുന്നു, ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. എങ്ങനെ, ആ ഒരു രാവിലെ സൂര്യൻ്റെ പ്രകാശം വരുന്നത് വരെ, അവൻ്റെ അടുത്തുള്ള വാതിലിൻ്റെ അകത്ത് കൂടെ ഒരു സൂര്യൻ്റെ പ്രകാശം വരുന്നത് വരെ അവനെ പുറത്തിറങ്ങാതെ, അനങ്ങാതെ അതിൻ്റെ അകത്തിരിക്കുകയായിരുന്നു. അങ്ങനെ നേരം വെളുക്കുന്നത് വരെ അവനങ്ങനെ കാത്തിരുന്നു. എന്നിട്ട് നേരം വെളുത്ത സമയത്ത് അവൻ അതിൽ നിന്നും പുറത്തേക്കിറങ്ങി. Then he got out of his holding place very cautiously and looked about. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ ആ ഒരു ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ സൂക്ഷ്മമായി, വളരെ കെയർഫുൾ ആയിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. The first thing he saw was all the floor of the temple was covered with blood. അപ്പോൾ ആദ്യം തന്നെ പുറത്തിറങ്ങിയ സമയത്ത് അവൻ ശ്രദ്ധിച്ചത് എന്താന്ന് വെച്ചാൽ, ആ ടെമ്പിളിൻ്റെ നിലം മൊത്തം എന്തായിരുന്നു, ചോര കൊണ്ട്, ബ്ലഡ് കൊണ്ട് നിറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. And then he saw lying dead in the middle of it an enormous monstrous rat, a goblin, a bigger than a cow. പിന്നീട് അവൻ ശ്രദ്ധിച്ചത് എന്താന്ന് വെച്ചാൽ, ആദ്യം അവൻ നോക്കുന്ന സമയത്ത് ആ ടെമ്പിളിൻ്റെ അകത്ത് മൊത്തം ബ്ലഡ് ആയിരുന്നു. പിന്നീട് അവൻ നോക്കുന്ന സമയത്ത് അവൻ കണ്ടത് എന്താന്ന് വെച്ചാൽ, ഒരു വലിയ ഒരു റാറ്റ്, ഒരു പശുവിനേക്കാൾ വലിയ ഒരു എലിയുണ്ട്. ഒരു ഗോബ്ലിൻ എന്ന് പറയുന്ന, നമ്മൾ ഭൂതം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു വലിയ രാക്ഷസൻ എലിയായിരുന്നു. ഒരു പശുവിനേക്കാൾ വലിയ ഒരു എലി ഉണ്ടായിരുന്നു ആ ടെമ്പിളിൻ്റെ അകത്ത് ചത്തു കിടക്കുന്നുണ്ടായിരുന്നു. But who or what could have killed it? There was no man or other creature to be seen. പക്ഷെ ആരായിരിക്കും ആ ഒരു ഗോബ്ലിൻ എന്ന് പറയുന്ന റാറ്റിനെ കൊന്നിട്ടുണ്ടാവുക? അതിൻ്റെ അകത്ത് തന്നെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു മനുഷ്യന്മാരും തന്നെ ആ ഒരു ടെമ്പിളിനകത്ത് ഇല്ലായിരുന്നു. Suddenly the boy observed that the mouths of all the cats he had drawn the night before were red and wet with blood. അങ്ങനെ അവൻ ആ സ്ക്രീനിലേക്ക് നോക്കുന്ന സമയത്ത് അവൻ തലേ ദിവസം രാത്രി വരച്ചിട്ടുള്ള ആ ഒരു ക്യാറ്റിൻ്റെ മൗത്ത്, വായയിലൊക്കെ നിറച്ച് ചോരയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ അത് കണ്ടപ്പോൾ അവൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. Then he knew that the goblin had been killed by the cats which he had drawn. അങ്ങനെ അവന് മനസ്സിലായി, ആ ഒരു ഗോബ്ലിനെ, ആ ഒരു ഭൂതത്തിനെ, ആ ഒരു റാറ്റിനെ കൊന്നിട്ടുള്ളത് അവൻ വരച്ചിട്ടുള്ള ആ ഒരു ക്യാറ്റ്സ് ആണെന്ന് അവന് മനസ്സിലായി. And then also for the first time he understood why the wise old priest had said to him, avoid a large place at night, keep too small. അങ്ങനെ ആദ്യമായിട്ട് ആ ഒരു പ്രീസ്റ്റ് പറഞ്ഞ കാര്യം അവന് മനസ്സിലായി. രാത്രി കാലങ്ങളിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കിയിട്ട് ചെറിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം അവന് ആ ഒരു സമയത്ത് മനസ്സിലായി. അവൻ ആ ഒരു ടെമ്പിളിൻ്റെ അകത്താണ് കിടന്നിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ആ റാറ്റ് വന്നിട്ട് അവനെ കൊന്നിട്ടുണ്ടാവും. പക്ഷേ അവൻ പ്രീസ്റ്റ് പറഞ്ഞതനുസരിച്ച് ആ ഒരു ക്യാബിൻ്റെ ഉള്ളിലാണ് അവൻ കിടന്നത്. അതുകൊണ്ട് തന്നെ അവനൊന്നും തന്നെ സംഭവിച്ചില്ല. അപ്പോൾ അവരൊരു പ്രീസ്റ്റ് പറഞ്ഞ കാര്യം ആ ഒരു സമയത്ത് അവന് മനസ്സിലായി. Afterward, that boy became a very famous artist. Some of the cats which drew are still shown in travelers in Japan. അതിനുശേഷം ആ ഒരു കുട്ടി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറി. ഇപ്പോഴും ജപ്പാനിലുള്ള ജപ്പാനിൽ പോകുന്ന ട്രാവലേഴ്സിന് അവിടെ ആ കുട്ടി വരച്ചിട്ടുള്ള പൂച്ചകളെ കാണിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റോറി ദ ബോയ് ഹൂ ഡ്രൂ ക്യാറ്റ്സ് ബൈ ഹസെഗുവ ടെക്കിജിറോ. ഒരു ജാപ്പനീസ് ഫോക്ക് ടെയിലാണ്, ഒരു നാടോടി കഥയാണ്. അപ്പോൾ ഈ ഒരു കഥയിലുടനീളം ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കുട്ടിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക്